ഹായ് ഫ്രണ്ട്സ്, മിയാനി കിച്ചൻ്റെ മറ്റൊരു സിമ്പിൾ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാനിവിടെ സിമ്പിളായിട്ടുള്ളൊരു പായസമാണ് തയ്യാറാക്കാൻ പോകുന്നത്. അവലും കൊണ്ടൊരു സിമ്പിൾ പായസം നമുക്ക് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ അതിനുവേണ്ടി ആദ്യം ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് നെയ്യ് ഇട്ട് കൊടുക്കാം. ഒരു സ്പൂണോളം നെയ്യ് ഇട്ടിട്ടുണ്ട്. ഇനി നെയ്യ് ഒന്ന് ചൂടായി വരട്ടെ. നെയ്യ് ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് അവലിട്ടിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഞാൻ ഈ ബൗളിന് ഒരു ബൗൾ നിറയെ അവലാണ് എടുത്തിരിക്കുന്നത്. ഇത് ബ്രൗൺ അവലാണ്. നമുക്ക് വൈറ്റ് അവൽ കൊണ്ട് വേണമെങ്കിലും ചെയ്തെടുക്കാം. എൻ്റെ കയ്യിലിപ്പോൾ ഇതുള്ളത് കൊണ്ട് ഞാനിതെടുക്കുന്നതാണ്. അപ്പോൾ ഇത് നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. കരിഞ്ഞു പോകാതെ ഒരു ക്രിസ്പി ആകുന്ന പരുവത്തിൽ നമുക്കിത് റോസ്റ്റ് ചെയ്തെടുത്തുകൊണ്ട് വരാം. പായസത്തിലേക്ക് വേണ്ട പാൽ ഇവിടെ കാച്ചാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. 1 ലിറ്റർ പാലാണ് എടുത്തിരിക്കുന്നത്. അവൽ റോസ്റ്റ് ആയിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതുപോലെ ഒടിച്ചാൽ ഒടിയുന്ന പരുവത്തിൽ റോസ്റ്റ് ചെയ്തെടുക്കണം. ഇതിവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് പായസത്തിലേക്ക് ചേർക്കാനുള്ള അണ്ടിപ്പരിപ്പൊക്കെ വറുത്തെടുക്കാം. നെയ്യിലാണ് വറുത്തെടുക്കുന്നത്. സ്പൂണിൽ വെള്ളം ഉണ്ടായിരുന്നു. അണ്ടിപ്പരിപ്പൊക്കെ മൂത്ത് വന്നിട്ടുണ്ട്. അത് നമുക്ക് കോരി മാറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് തേങ്ങാക്കൊത്തും കൂടെ വറുത്തെടുക്കാം. ഇതിലേക്ക് ഇട്ടിട്ട് വറുത്തെടുക്കാം. തേങ്ങാക്കൊത്ത് മൂത്ത് വന്നിട്ടുണ്ട്. നമുക്കിതും കോരി മാറ്റിയെടുക്കാം. നമ്മുടെ പാലൊക്കെ നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന അവൽ ചേർത്ത് കൊടുക്കാം. ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ചവ്വരി വേവിച്ച് വെച്ചതാണ്, അതും കൂടെ ചേർത്ത് കൊടുക്കാം. നമുക്ക് ഇളക്കി ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. പായസമൊക്കെ തിളച്ച് വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 1 കപ്പോളം പഞ്ചസാരയാണ് ചേർക്കുന്നത്. ഇതിൻ്റെ എക്സാക്റ്റ് അളവൊന്നും ഞാൻ പറയുന്നില്ല. ചിലർക്ക് പായസത്തിന് ഒരുപാട് കടും മധുരം ഇഷ്ടമല്ല, കുറച്ച് മധുരം കുറവായിരിക്കും ഇഷ്ടം. അപ്പോൾ അതിനനുസരിച്ച് അവനവൻ്റെ മധുരത്തിനനുസരിച്ചുള്ള പഞ്ചസാര ചേർത്ത് കൊടുത്തോളൂ കേട്ടോ. ഞാനിപ്പോൾ 1 കപ്പ് പഞ്ചസാര ചേർത്തിട്ടുണ്ട്. നമുക്ക് കുറച്ച് ഏലക്കപ്പൊടി ചേർത്ത് കൊടുക്കാം. നമ്മുടെ പായസമൊക്കെ പാകത്തിന് കുറുകി സെറ്റായി വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് അണ്ടിപ്പരിപ്പും തേങ്ങാക്കൊത്തൊക്കെ വറുത്ത് വെച്ചിരുന്നില്ലേ, ഞാൻ പിന്നീട് കുറച്ച് കിസ്മിസും കൂടെ വറുത്ത് ചേർത്തിട്ടുണ്ട് ഇതിൻ്റെ കൂടെ. അത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതാ നമ്മുടെ അടിപൊളി അവൽ പായസം തയ്യാറായിട്ടുണ്ട്. നമുക്കിനി ഇത് സെർവ് ചെയ്യാവേ. പായസമൊക്കെ സെർവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് സിമ്പിളായിട്ടുള്ള നമ്മുടെ അവൽ പായസം റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റിയാണ് കേട്ടോ. നല്ല കുറുകി നല്ല വന്നിട്ടുണ്ട് പായസമൊക്കെ. അപ്പോൾ ഈ സിമ്പിളായിട്ടുള്ള പായസത്തിൻ്റെ റെസിപ്പി ഇഷ്ടമായെങ്കിൽ എല്ലാവരും തയ്യാറാക്കി നോക്കുക കേട്ടോ. അപ്പോൾ മറ്റൊരു സിമ്പിൾ റെസിപ്പിയുമായി നമുക്ക് മിയാനി കിച്ചണിൽ വീണ്ടും കാണാം. അതുവരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ് ദ വീഡിയോ.